എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചേ? വല്ല പെമ്പിള്ളാരും എന്ന് പറയുമ്പോൾ നിനക്ക് ഭയങ്കര സെന്റിമെന്റ്സ് അല്ലേ? ഞാൻ പറയുമ്പോൾ മാത്രം വലിയ വെയിറ്റ്. നീ ആനയില്ല, നീ ഒരു കോഴിയാ. എന്റെ ദൈവമേ, ഈ മനുഷ്യനായാലും മൃഗങ്ങളായാലും പെണ്ണെന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ് ആയി പോയല്ലോ. ഇതൊരു പറ്റിയ സന്ദർഭമാണല്ലോ. എന്താ നീ കിടന്ന് വിളിച്ചു പോകുന്നേ? അവന് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടോ, ഉത്തരവാദിത്വമുണ്ടോ? ആർക്ക്? കേശവൻകുട്ടിക്കോ? അനന്തന്, ശങ്കരൻകുട്ടിക്ക്. ആനയെ നട റോഡിൽ കൊണ്ട് നിർത്തിയിട്ട് എവിടെയോ ദണ്ഡം പോയിരിക്കില്ലേ അവൻ. നീ നിന്റെ കാര്യം നോക്കിയാ മതി, കേശവൻകുട്ടിയെ ശങ്കരൻകുട്ടി നോക്കിക്കോളും. നോക്കിക്കോളും. ഇപ്പൊ ഞാൻ വന്നിലേക്ക് കാണായിരുന്നു. എല്ലാരും കൂടെ ജയിലിൽ പോയി ഇരുമ്പഴി എണ്ണിയനെ. എന്താ സംഭവം? നീ ഒന്ന് തെളിച്ചു പറ. ഒന്നും പറയണ്ടങ്ങുന്നേ. കേശവൻകുട്ടി ചങ്ങലയും പൊട്ടിച്ച് നടു റോഡിൽ കൂടെ ഓടി. എന്നിട്ടെന്താ, ഞാനും രണ്ടും കൽപ്പിച്ച് പുറകെ ഓടി. നോക്കുമ്പോ ഫ്രണ്ടിൽ ഒരു മാരുതി കാറ്. കേശവൻകുട്ടി ഒന്ന് നിന്നു. തുമ്പിക്കൈ ഉയർത്ത് ചിഹ്നം വിളിച്ച് അലറിക്കൊണ്ട് കാറ് ഡ്രൈവ് ചെയ്ത പെണ്ണിനെ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ അലറി വിളിച്ചു, കേശവൻകുട്ടി നില്ല്. വിറച്ചോണ്ട് കേശവൻകുട്ടി അവിടെ നിന്നു. പിന്നെ പെണ്ണിന്റെ ഭാഗത്ത് തന്നെയായിരുന്നു മിസ്റ്റേക്ക്. അവളെ കണ്ടാൽ തന്നെ അറിയാം, ആ വേഷവും നടപ്പും ഒരു അലവിലാതെ വൃത്തികേടിന്റെ അലമ്പിന്റെ അങ്ങേ അറ്റത്ത് വിവരം കെട്ട എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നല്ല വിവരമുള്ള സുന്ദരിയായ സുശീലയും സാമർത്ഥ്യവും ആഭിജാത്യവും ഉള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാണ്. അവളെ ഒന്ന് കൂളായിട്ട് തുമ്പിക്കൊക്കെ പിടിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി ആന. എന്നിട്ട് കാറ് ഡ്രൈവ് ചെയ്തങ്ങ് പോയി. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അത് ഈ കുടുംബത്തിലെ കുട്ടിയായിരിക്കും. ഒന്ന് കണ്ടപ്പോ കറക്റ്റാ, ഇവിടുത്തെ കുട്ടി തന്നെ. എന്നാ ഞാൻ വരട്ടെ, ആനയ്ക്ക് ഫുഡ് കൊടുക്കാനുള്ള ടൈമായി. വരട്ടെ, നീ കാണാനല്ലോ. ഒരു റൊമാൻസിന് പറ്റിയ ടൈം. ആ കുരങ്ങ ഇവിടെ ഇല്ലാത്ത നന്നായി. സുപ്രഭാതം. പുലർകാലെ പുഴയിൽ നീരാടി വരും നീർമാതളത്തിൻ നിറമുള്ള നാരീമണിയെ കണി കാണുന്നത് അത്യുത്തമം. ഓട്ടംതുള്ളൽ അറിയാലേ? പിന്നെ ഓട്ടംതുള്ളൽ മാത്രമല്ല, കഥകളി, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഒക്കെ എനിക്കറിയാം. പക്ഷെ ഇത് കവിതയാ. ഇയാളെ കണ്ടപ്പോ എന്റെ മനസ്സിലിങ്ങനെ ഓടിയെത്തിയ കവിത. ബൈ ദ ബൈ, ഗായത്രി പറയൂ, എനിക്കാണോ അതോ അവനാണോ യഥാർത്ഥത്തിൽ ഒരു ആനയുടെ കട്ട്? ആന പാപ്പാന്റെ കട്ട്. ചേട്ടനാ. വട്ടല്ല കുട്ടി, കട്ട്, ഫേസ് കട്ട്. അത് ചേട്ടന് തന്നെയാ. ശങ്കരൻകുട്ടി ചേട്ടന് പിന്നെ ഒരു പാപ്പാന്റെ മിടുക്കും ചുറുചുറുക്കും ഒക്കെ ഉണ്ടെങ്കിലും കണ്ട ഒരു സ്കൂൾ മാഷോ പാട്ടുകാരനോ എന്നൊക്കെ പറയൂ. അതൊക്കെ അവന്റെ വെറും അഭിനയല്ലേ. അസലൊരു ക്രിമിനലിന്റെ മനസ്സാ അവൻ്റെത്. ഇയാള് സൂക്ഷിച്ചോളണം. ലേഡീസിനോട് അപമര്യാദയായിട്ട് പെരുമാറാൻ ഒരു മടിയില്ലാത്തവനവൻ. രാവിലെ ഈ പരദൂഷണം കൊണ്ടുവരാൻ നാണാവുന്നില്ല ചേട്ടാ? ഇങ്ങനെ പണിയൊന്നും ചെയ്യാണ്ട് ഉഴപ്പി നടക്കാതെ പോയി കുളിച്ച് ആനപ്പിണ്ടം വരാൻ നോക്ക്. ആനപ്പിണ്ടം വരാൻ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആരെ? നിന്റെ അച്ഛന. ചെല്ല് ചെല്ല്. അവനെ ഇവിടെ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാതെ ശരിയാവില്ല. എന്താ? ഒന്നുമില്ല, ചെല്ല്. ആരാത്? പുതിയൊരു കഥാപാത്രം? അത് ശങ്കരൻകുട്ടി ചേട്ടനല്ലേ, നമ്മുടെ പുതിയ പാപ്പാൻ? ഓ, അന്നത്തെ സംഭവം ശരിക്കും ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. 4-5 പാപ്പാമാര് വരെ ശ്രമിച്ചിട്ടും തളയ്ക്കാൻ പറ്റാതിരുന്ന കേശവൻകുട്ടിയല്ലേ ശങ്കരൻകുട്ടി ചേട്ടൻ ഒറ്റയ്ക്ക് ഒതുക്കിയത്. എന്നിട്ട് ആനപ്പുറത്ത് കയറി ഒരു വരവേ, എന്തൊരു ധൈര്യ! കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. അത് ഓർക്കുമ്പോ ദേ രോമാഞ്ചം വരുന്നു. മതി മതി നിന്റെ ഒരു രോമാഞ്ചം. അമ്മാവൻ എന്തൊക്കെ സമ്മാനങ്ങളാ ശങ്കരൻകുട്ടി ചേട്ടന് കൊടുത്തെന്നറിയോ? അന്ന് തന്നെ പുതിയൊരു ജോഡി ഡ്രസ്സും ഒരു വാച്ചും വാങ്ങിക്കൊടുത്തു. പക്ഷേ ശങ്കരൻകുട്ടി ചേട്ടൻ വാച്ച് കെട്ടാറില്ല, പെട്ടിയിൽ വെച്ചിരിക്ക. ആർക്കും സമ്മാനിക്കാൻ. ശരിക്കും പറഞ്ഞ എന്ത് കൊടുത്താലും മതിയാവൂ. വെടിവെക്കാൻ ഓർഡർ ആയിട്ടില്ലേ കള. ഫലിത ബിന്ദുക്കൾ. കുളിക്കുന്ന സ്വഭാവമില്ലാത്ത ഒരാളെ സേവന വാരത്തോടനുബന്ധിച്ച് കുറെ പേർ ചേർന്ന് കുളിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ, ഇവൻ വെളുത്തു വരുന്നുണ്ട്. അപ്പോൾ കുളിച്ചുകൊണ്ടിരുന്നാൽ, അയ്യോ ഇത് വെളുത്തു വരുന്നതല്ല, എന്റെ ബനിയനാണ്. ചിരിക്കടാ. എടാ, ബനിയൻ കറുത്തു പോയതാണെന്ന് മനസ്സിലായില്ലേ? യെസ്, കമിങ്. ഈശ്വരാ, കാലത്തെ കണി നന്നായിരിക്കണേ.
എം ഡി ഇല്ലേ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം. കാണണമെങ്കിൽ കാണണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വാട്ട് എ സർപ്രൈസ്. എന്താ കാര്യം? അത് എം ഡിയോട് പേഴ്സണൽ ആയിട്ട് പറയാനുള്ളതാ. അല്ല, കുട്ടിയുടെ പേഴ്സണൽ വല്ല കാര്യമാണെങ്കിൽ ഈ വളപ്പൊട്ട് പരമനോട് പറഞ്ഞാൽ മതി, ഞാൻ സോൾവ് ചെയ്ത് തരാം. പ്യൂൺ, യെസ്, ആരാ അവിടെ? ഇത് വൺ മോർ മിസ്റ്റർ ഓൺലി വൺ ലേഡീസ്. മൈ നെയിം ഈസ് കറക്റ്റ്. ആ ഹെഡ് ഓഫീസിന്റെ കൺസൈൻമെന്റ് ഫയലിംഗ് എടുത്തോണ്ട് വരൂ. ആ ഇപ്പൊ കൊണ്ടുവരാം, അവിടെ ഇരുന്നോ. എല്ലാ ഫയലുകളും ഞാൻ തന്നെ നോക്കണേ. പുള്ളിക്കാരൻ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, സാക്ഷരത നോട്ടോളിൽ പറ്റോൾസോ. ആ വൺ മോർ തിങ്, യു ഗെറ്റ് വൺ ഹോട്ട് ടീ ഫോർ മീ. എന്താ പറഞ്ഞേ? സോറി, ഞാൻ ഓർത്തില്ല. നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഒരു ചൂട് ചായ വാങ്ങിച്ചോണ്ടോ. അതിന് ഞാൻ തന്നെ പോണേ. നല്ല ചായ നോക്കി മേടിക്കാൻ അറിയില്ല. സോറി. കുട്ടി ഇരിക്കൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഇരിക്കൂ. താങ്ക് യു സാർ. ടെൽ മീ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഐ എം വിനീത. ഞാനൊരു ജേർണലിസം സ്റ്റുഡന്റാ. പ്രൊഫസർ നാരായണൻകുട്ടിയാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അദ്ദേഹം എന്റെയും കൂടി ഗുരുവാണ്. സാറ് പറഞ്ഞു എക്സാമിന്റെ ഭാഗമായിട്ട് എനിക്കൊരു തീസി സബ്മിറ്റ് ചെയ്യാനുണ്ട്. വിഷയം ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാവി. അതിനുവേണ്ടിയുള്ള ഫീൽഡ് വർക്കിനാ ഞാൻ വന്നത്. എനിക്കൊരു ഇന്റർവ്യൂ തരണം. പിന്നെന്താ, ചോദിച്ചോളൂ. ഈ സ്ഥാപനത്തിന്റെ ഉടമ എന്ന നിലയിൽ ഇവിടുത്തെ ബിസിനസിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഐ യു ഹാപ്പി? ചരക്ക് വന്നോ? മുതലാളിക്ക് അങ്ങനെ മനസ്സിലായി? ചരക്ക് വന്ന തരാന്നല്ലേ പറഞ്ഞത്? മുട്ടി നോക്ക്, ചെലപ്പോ കിട്ടും ചേർത്ത്. അപ്പൊ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. മുതലാളിയുടെ ഒരു വേഷം കണ്ടില്ലേ, പാടത്ത് കോലം കുത്തിയ പോലെ. ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൺസേൺ ആണ്. കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡിനനുസരിച്ചുള്ള സാധനങ്ങള് പലപ്പോഴും ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയാറില്ല. അനന്തപത്മനാഭ, സാധനങ്ങൾക്ക് ഓർഡർ തരാൻ വന്ന ഏതോ കസ്റ്റമറാണ്. പൂർ ഫെല്ലോ. ഇവിടെ സാധനം സ്റ്റോക്ക് ഇല്ല. ഇരിക്കട്ടോ, ഓക്കെ സാർ. ഞാനിപ്പോ വരാം. ചേട്ടാ, ഞാൻ കാശ് അങ്ങോട്ട് കൊണ്ടുവന്ന് തരാനിരിക്കും. ഞാൻ നേരിട്ട് വന്നിരിക്കല്ലേ, കൈ തന്നാ മതി. ചേട്ടൻ ഒരു 5 മിനിറ്റ് താമസിച്ചു പോയി. ആ കാശ് ഞാൻ വേറെ കടക്കാൻ ഇപ്പൊ കൊടുത്തയച്ചോളൂ. അയാൾ ബസ് സ്റ്റോപ്പിൽ എത്തിക്കാനും. കോയമ്പത്തൂരിന്ന് ചരക്ക് വന്നാൽ അവിടെ മുഴുവൻ കാശും തരാമെന്ന് പറഞ്ഞിട്ട്. അത് ചേട്ടൻ തെറ്റിക്കേട്ടതാ. ഞാൻ കോയമ്പത്തൂരേക്ക് ചരക്ക് അയച്ചാൽ അവിടുന്ന് കാശ് വരും, അതിൽ നിന്ന് ഞാൻ ചേട്ടൻ എടുത്തു തരാമെന്ന് പറഞ്ഞത്. മതി, കുറെ കാലമായി ന്യായം പറയാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഇപ്പൊ കിട്ടണം കാശ്. അല്ല, ആരാ അത്? അത് അങ്ങനെയൊന്നുമില്ല. അത് ചിലപ്പോ എന്താ ഇടപാട്? അത് പിന്നെ യുവത്വത്തിന്റെ പ്രശ്നങ്ങള്. അത് എന്തിടപാടെന്ന്? ആ ചേട്ടാ, ഞാൻ ചേട്ടനോട് പറയാറില്ലേ എനിക്ക് കുവൈറ്റിൽ നിന്ന് കുറെ കാശ് കിട്ടാനുണ്ടെന്ന്. അത് ആ കുട്ടി വഴിയാ കിട്ടാൻ പോണേ. മനസ്സിലായില്ലേ? ഇല്ല. ആ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോണേ. മമത കുൽക്കർണി, കുവൈറ്റിലുള്ള കുൽക്കർണി സാറിന്റെ ഏക മോള. എത്രയാണെന്നറിയോ സ്ത്രീധനമായിട്ട് കിട്ടാൻ പോണേ? 50 ലക്ഷം രൂപ. ഇത്രയും വലിയൊരു തുക സ്ത്രീധനമായിട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്നായിരിക്കും. മൂകയും ബധിരയുമാണ് ചേട്ടാ ആ കുട്ടി. ഞാൻ ചെയ്യുന്ന ഒരു ത്യാഗമാണ്. അറവുശാലയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു അറവുമാണ് ഞാൻ. മമത കുൽക്കർണിയല്ല, മാധുരി ദീക്ഷിത്തും അല്ല. അത്ഭുതം! സംസാരശേഷി തിരിച്ചു കിട്ടി. നാളെ നേരം വെളുക്കും മുമ്പ് കംപ്ലീറ്റ് സാധനങ്ങൾ വാരി വെളിയിലിട്ട് വാതില് പൂട്ടി താക്കോൽ എന്റെ വീട്ടിലെത്തിക്കണം. മാഡം, ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാവി തീരെ ശോഭനമല്ല. ഇന്ത്യൻ യുവത്വത്തിന് ഒരു ചായ കുടിക്കാം. പിന്നെന്താ, കുടിക്കാലോ. ഒരെണ്ണം കിട്ടിയല്ലേ? എനിക്ക് ഏതായാലും തരാൻ പറ്റില്ല. നന്നായി, താങ്ക് യു. എനിക്കിപ്പോ രണ്ടായിരം അറിയണം. പതുക്കെ പറ, അപ്പുറത്തെ ലക്ഷ്മണൻ പിള്ള കേൾക്കും. അയാൾ നമ്മുടെ ഉറക്ക് പാർട്ടിയാ. ഇങ്ങോട്ട് വന്നേ. ആ, ഇനി പറ. ഒരു പാന്റും വലിച്ചു കയറ്റി ഷൂസ് വിട്ട് ടൈം കെട്ടി ഇങ്ങനെ നോക്കുകുത്തി പോലെ നിൽക്കാൻ തനിക്ക് നാണമില്ലേടോ? ഒരു കോട്ട് കൂടി ഇടാത്ത എന്താ? കോട്ട് തയ്ക്കാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഏയ്, എന്താ അവിടെ? പുതിയ അയൽക്കാരാ, ഇങ്ങോട്ട് വന്ന് കേറിയില്ല. അതിനു മുമ്പ് തുടങ്ങി ബഹളം. കറക്ക് കമ്പനിയാന്നാ തോന്നുന്നേ. ചേട്ടാ, മുതലാളി കാശ് തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. കുറച്ച് ദിവസം അവധി കൂടി കൊടുക്കണം. മാലിന്ന് കുറച്ച് ചരക്കാള് വരാണ്ട്. ഒന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കെന്താണോ കാര്യം? ജോലി നോക്ക്. ചേട്ടാ, ഇങ്ങ വന്നേ. ഇങ്ങനെ കുത്തു വാക്കുകൾ പറഞ്ഞ് അവനെ വേദനിപ്പിക്കരുത്. അവനൊരു ഹാർട്ട് പേഷ്യന്റാ. ചേട്ടാ, ഇവന്റെ ചികിത്സയ്ക്ക് വേണ്ടി മുടക്കിയ എന്റെ കാശ് മുഴുവൻ തീർന്നത്. കാശ് എനിക്കൊരു പ്രശ്നമല്ല. അതൊന്നും പറഞ്ഞ് ചേട്ടനെ വിഷമിപ്പിക്കണ്ട. ബട്ട് വൺ തിങ്, ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്ന ഒരു നീർക്കുളമയാണ് ഞാൻ. അല്ല, കുമിളയാണ് ഞാൻ. അങ്ങനെ പറയരുത് പരമ. നീ ജീവിക്കണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തനിക്ക് ബ്ലഡ് ക്യാൻസർ എന്ന് താൻ പറഞ്ഞില്ലേ? അതെ, പറഞ്ഞു. പക്ഷെ എന്റെ ബ്ലഡ് ക്യാൻസർ മാറിയേട്ടാ. വൈദ്യശാസ്ത്രത്തിന്റെ അത്ഭുതകരമായ ചികിത്സ കൊണ്ട് മാറി സാർ. എന്തിനാണോ ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത്? ആദ്യം പ്ലാസ്റ്റിക് കമ്പനി ആയിരുന്നു, പിന്നെ ഇപ്പൊ മെറ്റൽ ഇൻഡസ്ട്രീസ്. ഇങ്ങനെ കുറെ ബോർഡുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലേ?
ഒരിടത്ത് മുങ്ങും മറ്റൊരിടത്ത് പൊങ്ങും. ആരെങ്കിലും കൈ കുറച്ച് കാശ് എടുക്കാനുണ്ടോ? എന്തിനാ മാഡം? പാവം, അയാളായിട്ട് വിഷമിപ്പിക്കുന്ന കണ്ടില്ലേ? അത് കണ്ടു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. അവർക്കും എടുക്കാനാ? ഒരു പരിചയമില്ലാതെ എന്തിനാ മാഡം? കഴിഞ്ഞ മാസം വാടക ആരും തന്നില്ലല്ലോ, അതിന്റെ അടുത്തേ. കാശില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. തന്നില്ലേ തരം ചെയ്യാ നിങ്ങക്ക് തരാനുള്ള കാശും കൊണ്ടുവന്നതാ. ആ സാറൻ തന്നെ. ഞങ്ങൾക്ക് കാശൊന്നും തരാനില്ലല്ലോ. തരാനുണ്ട്. ദേ, ഉണ്ട് ഉണ്ട് തരാനുണ്ട്. അതാ ഞങ്ങള് വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. വളരെ ഉപകാരം. ഇത് എത്രയുണ്ട്? 2000. ബാക്കി അപ്പൊ തരും. ബാക്കിയോ? അതെ, കാശ് തിരിച്ചു തരാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ കടം വാങ്ങിക്കാവൂ. മാഡം തരാനുണ്ടായിരുന്ന കാശുണ്ടെങ്കിൽ ഞാൻ ഈ ചേട്ടന്റെ കടം തീർക്കുമായിരുന്നല്ലോ. കടോ? ആ, സാമ്പത്തിക ഇടപാടുകളിൽ ചുറ്റിക്കളി പാടില്ല, സത്യസന്ധത വേണം. അണ്ടർസ്റ്റാൻഡ്? നിന്റെ അടുത്ത് ഇഡ്ഡലി സാമ്പാറും വാങ്ങിക്കാനല്ലേ പറഞ്ഞത്? നീ പട്ടരാന്ന് കരുതി ഞാൻ ഇഡ്ഡലി കഴിച്ച് എനിക്ക് മതിയായി. നീ പൊറോട്ടയും സാമ്പാറും കഴിച്ചേക്ക് നല്ല ടേസ്റ്റാ. ഇതില് മുട്ടയൊന്നും ചേരില്ലല്ലോ. ഇത് പ്യൂർ വെജിറ്റേറിയനാ. കണ്ടാ, ഇതിൽ 5 എണ്ണം ഉണ്ട്. 3 എണ്ണം എനിക്ക്, 2 എണ്ണം നിനക്ക്. ആ, അത് വേണ്ട, അത്രയ്ക്ക് സൂഹിക്കണ്ട. 2 എണ്ണം നിനക്ക്, 3 എണ്ണം എനിക്ക്. അവിടെ ഈ 2 പൊറോട്ട കഴിച്ച ഒരുമാതിരി പള്ളിയായി തീച്ച പോയ പോലെയാവും. അത് ആദ്യമേ ആലോചിക്കണമായിരുന്നു. നിന്റെ അടുത്ത് 6 എണ്ണം വാങ്ങിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. അതൊരു തീർച്ച വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ബാക്കി പൈസ ഉണ്ടായില്ല. അപ്പൊ ഞാൻ 5 പൊറോട്ട വാങ്ങിച്ചു. അപ്പൊ തീർച്ച വാങ്ങിച്ചോ? വാങ്ങിച്ചു. ചായ വാങ്ങിച്ചില്ലേ? പിന്നെ 6 രൂപ തന്നിട്ട് നിനക്ക് ഞാൻ 6 പൊറോട്ടയും 2 തംസപ്പും 2 കിലോ പഴം വാങ്ങിച്ചു തരാ. ഇങ്ങനെ പ്രശ്നം ചേർന്ന് എനിക്ക് അന്ന് കിട്ടില്ല കേട്ടോ. അപ്പുറത്തെ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് ഹോസ്റ്റലില്. അവർക്ക് നമ്മളെയും നമുക്ക് അവരെ അറിയില്ലല്ലോ. ഉണ്ടോ? അതില്ല, എന്നാലും ആ, അപ്പൊ ദേ ഇങ്ങനെ പൊറോട്ട സാമ്പാറിൽ നോക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് പരമാ, നീ ആ ഫ്രിഡ്ജ് തുറന്ന് ഫ്രൂട്ട് സാലഡും ഐസ്ക്രീമും ഇങ്ങനെ എടുത്തോ. ഫ്രിഡ്ജോ? ആ, നിനക്ക് വട്ടായോ? മറ്റൊന്നുമല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഫ്രിഡ്ജ് തുറക്കുന്നവരൊന്ന് കാണിക്ക്. ഫ്രിഡ്ജ് തുറക്കുന്നതിന് എവിടെ നിന്നാണ് ഇത്രയും ശബ്ദം? ചോദക്കാലത്ത് ഫ്രിഡ്ജ് തുറക്കുമ്പോ ഇത്രയും സൗണ്ട് ഉണ്ടാവും. മതി. ഈ ലേറ്റസ്റ്റ് ഫ്രിഡ്ജൊക്കെ തുറക്കുമ്പോ എന്തൊരു ശബ്ദം കേൾക്കുന്നത്. അല്ലേ? ഫ്രിഡ്ജ് അടയ്ക്കല്ലേ?